നമസ്കാരം. പശ്ചിമ ബംഗാളിലെ സൗത്ത് 24 പർഗാനാസ് ജില്ലയിൽ ക്രൂരമായ നരനായാട്ടും അതിനെ തുടർന്ന് ആൾക്കൂട്ട കൊലപാതകവും അരങ്ങേറി. 12 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച ശേഷം കൊലപ്പെടുത്തിയെന്ന വാർത്ത പുറത്തുവന്നതോടെ രാജ്യം ഞെട്ടിയ സംഭവമുണ്ടായത്. ക്രൂരതയ്ക്കിരയായ പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങളും പ്രകോപിതരായ നാട്ടുകാരും ചേർന്ന് പ്രതിയെന്ന് സംശയിക്കുന്ന ഒരു യുവാവിനെ നിയമം കയ്യിലെടുത്ത് തെരുവിൽ തല്ലിക്കൊല്ലുകയായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച നടന്ന ഈ ദാരുണമായ കൊലപാതകത്തെ തുടർന്ന് ബാരുയിപൂരിലെ സൂര്യപൂർ മേഖലയിൽ വലിയ തോതിലുള്ള അക്രമ സംഭവങ്ങളും സംഘർഷാവസ്ഥയും ഇപ്പോഴും തുടരുകയാണ്. കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് അന്വേഷണത്തിനായി അടിയന്തരമായി പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട്. അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പ്രാദേശിക BJP പ്രവർത്തകനെ പോലീസ് കസ്റ്റഡിയിലുമെടുത്തു. പോലീസ് പുറത്തുവിടുന്ന വിവരങ്ങൾ പ്രകാരം കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയ്ക്കാണ് സംഭവങ്ങളുടെ തുടക്കം. തന്റെ ഒരു സുഹൃത്തിന് ജന്മദിന സമ്മാനം വാങ്ങാനായി കടയിലേക്ക് പോയ പെൺകുട്ടി പിന്നീട് വീട്ടിലേക്ക് തിരിച്ചെത്തിയിരുന്നില്ല. 4 അംഗ സംഘം കുട്ടിയെ വഴിയിൽ വെച്ച് ബലമായി തട്ടിക്കൊണ്ടുപോയതാണെന്ന് കുടുംബം ഉറപ്പിച്ചു പറയുന്നു. കുട്ടിയെ കാണാതായതോടെ വീട്ടുകാരും ബന്ധുക്കളും രാത്രി മുഴുവൻ പ്രദേശമാകെ അരിച്ചുപെറുക്കി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. തങ്ങൾ സഹായത്തിനായി പലതവണ അഭ്യർത്ഥിച്ചിട്ടും പോലീസ് കൃത്യമായ സമയത്ത് ഇടപെടാനോ തിരച്ചിൽ നടത്താനോ തയ്യാറായില്ലെന്ന് കുടുംബം കടുത്ത ഭാഷയിൽ കുറ്റപ്പെടുത്തുന്നുമുണ്ട്. ഇതിനിടയിലാണ് ഞായറാഴ്ച രാവിലെ പ്രതികൾ ഒരാളെന്ന് സംശയിക്കുന്ന ഒരു യുവാവിനെ നാട്ടുകാർ സംശയകരമായ സാഹചര്യത്തിൽ പിടികൂടുന്നത്. നാട്ടുകാരുടെ ചോദ്യം ചെയ്യലിലാണ് പെൺകുട്ടിയുടെ മൃതദേഹം എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് എന്ന വിവരം ഇയാൾ വെളിപ്പെടുത്തിയത്. യുവതി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിലിൽ സൂര്യപൂർ ഹട്ട് മേഖലയിലെ ഒരു വിജനമായ കുളത്തിനരികിൽ ചാക്കിൽ കെട്ടി താഴ്ത്തി നിലയിൽ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. കുഞ്ഞിന്റെ നിശ്ചലമായ ശരീരം കണ്ടതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങളും നാട്ടുകാരും ചേർന്ന് പിടിയിലായിരുന്ന യുവാവിനെ ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങി. ആൾക്കൂട്ടത്തിന്റെ ക്രൂരമായ ഇടിയും ചവിട്ടുമേറ്റ് ചോരയിൽ കുളിച്ച ഇയാൾ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ പിന്നീട് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. പെൺകുട്ടിയുടെ കൊലപാതകത്തിൽ ഇയാൾക്ക് നേരിട്ട് പങ്കുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് പ്രകോപിതരായ ജനക്കൂട്ടം ഇയാളെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതെന്ന് IG കങ്കർ പ്രസാദ് ബറൂയി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. മൃതദേഹം കണ്ടെടുത്തതിന് പിന്നാലെ പ്രദേശം യുദ്ധക്കളമായി മാറി. ബാരുയിപൂർ ജോയ്നഗർ പ്രധാന റോഡ് ഉപരോധിച്ച് ജനങ്ങൾ തെരുവിൽ ടയറുകൾ കൂട്ടിയിട്ട് കത്തിച്ച് വൻ പ്രതിഷേധവും നടന്നു. പ്രതിഷേധം അക്രമാസക്തമായതോടെ സ്ഥലത്തെത്തിയ നിരവധി പോലീസ് വാഹനങ്ങൾ ജനക്കൂട്ടം അടിച്ചു തകർത്തു. നിലവിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി കനത്ത പോലീസ് സന്നാഹത്തെയാണ് പ്രദേശത്ത് വിന്യസിച്ചിരിക്കുന്നത്. മെഗാഫോണിലൂടെ പ്രതിഷേധക്കാരെ അഭിസംബോധന ചെയ്ത IG ബറൂയി റോഡ് ഉപരോധം അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഈ ക്രൂരതയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കുറ്റവാളികൾക്കും നിയമപരമായ പരമാവധി ശിക്ഷ തങ്ങൾ ഉറപ്പാക്കുമെന്നും അദ്ദേഹം ജനങ്ങൾക്ക് ഉറപ്പു നൽകി. ഒളിവിൽ കഴിയുന്ന മറ്റ് പ്രതികൾക്കായി പോലീസ് ഊർജിതമായ തെരച്ചിൽ നടത്തുകയാണെന്നും ആരെയും ഒരു കാരണവശാലും വെറുതെ വിടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അക്രമ പ്രവർത്തനങ്ങൾക്ക് ആഹ്വാനം നൽകിയെന്ന പേരിൽ പ്രാദേശിക BJP പ്രവർത്തകനായ ശന്തനു മണ്ഡലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ കേസിൽ ഇതുവരെ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സുതാര്യവും വേഗത്തിലുള്ളതുമായ വിചാരണയും അന്വേഷണവും ഉണ്ടാകുമെന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ രേഖാമൂലം ഉറപ്പു നൽകിയതിനു ശേഷം മാത്രമാണ് പ്രതിഷേധക്കാർ കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറായത്. പ്രദേശത്ത് ഇപ്പോഴും കനത്ത പോലീസ് കാവൽ തുടരുകയാണ്.